ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? കോസ്റ്റിംഗിൽ എന്തായിരുന്നു പഠിച്ചത്? മെത്തേഡ്സ് പഠിച്ചു അല്ലേ? മെത്തേഡ്സ്, ടെക്നിക്സ്, ഇത് രണ്ടും നമ്മൾ പഠിച്ചു അല്ലേ? പലതരത്തിലുള്ള കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, അതുപോലെ പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഓരോ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, വീഡിയോസ് ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് തന്നെ കാണുക. നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിങ് വീഡിയോസിനും ഫൈനൽ അക്കൗണ്ട്സിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കണ്ട് 1 by 1 ആയിട്ട് തന്നെ നോക്കി പോവുക. അപ്പോൾ നമുക്കിന്ന് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കാം. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഗ്രൂപ്പ് ചെയ്യുക. അതായത് പലതരത്തിലുള്ള കോസ്റ്റുകളുണ്ട്. കോസ്റ്റിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്ന പോലെ നമുക്ക് പഠിക്കണ്ട. ഈ കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ചില ഭാഗങ്ങളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഭാഗങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളൂ. അല്ലാതെ ഒരു ചാർട്ട് ബേസ് ചെയ്തിട്ട് കോസ്റ്റ്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, ട്രേസബിലിറ്റി, ഫങ്ഷൻ, വേരിയബിലിറ്റി, അങ്ങനെ ഒരു രീതിയിൽ ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അങ്ങനെയല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ സബായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഐറ്റംസ് ഓഫ് കോസ്റ്റ് അണ്ടർ ഡിഫറെന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു പൊതു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ പലതായിട്ട്, പല ഗ്രൂപ്പിൽ പെടുത്തുക അല്ലെങ്കിൽ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, പലതായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്? കോസ്റ്റിനെ ട്രേസബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ, വേരിയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, എലമെന്റ്, കൺട്രോളബിലിറ്റി, നോർമാലിറ്റി, ഫിനാൻഷ്യൽ നേച്ചർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നില്ല, എല്ലാം ഞാൻ പറയുന്നില്ല, വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ട്രേസബിലിറ്റി ഓഫ് കോസ്റ്റ്. ഒരു കോസ്റ്റിനെ മനസ്സിലാക്കിയെടുക്കുക, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫയബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിൻ്റെ ഐഡൻറ്റിഫയബിലിറ്റി, അതായത് ഒരു പ്രോഡക്റ്റ് നോക്കുമ്പോഴോ ഒരു പ്രോസസ്സ് നോക്കുമ്പോഴോ ഒരു ജോബ് നോക്കുമ്പോഴോ അതിൽ ഡയറക്റ്റ് ആയിട്ട് ചില കോസ്റ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ട്രേസബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് നോക്കുമ്പോൾ അതിൽ കുറച്ച് കോസ്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഈ ഒരു കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അത്തരം കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വുഡൻ ഫർണിച്ചറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ്, അതായത് ഇപ്പോൾ ഒരു മേശയാണെങ്കിൽ ആ മേശയിൽ വുഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്നും അതിൻ്റെ കോസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ വുഡ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആശാരിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേശ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് സെന്റർ, കോസ്റ്റ് യൂണിറ്റ്, ജോബ്, പ്രോസസ്സ്, ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിഫയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു കോസ്റ്റ് പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന, കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതാണ്? ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്? Direct cost refers to those costs which can be clearly and easily traced or identified with a job,
പ്രോഡക്റ്റ്, കോസ്റ്റ് സെന്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. ഒരു പ്രോഡക്റ്റിന്റെയോ ഒരു പ്രോസസ്സിന്റെയോ ഒരു കോസ്റ്റ് സെന്ററിൽ നിന്നോ ഡയറക്റ്റ്ലി നമുക്ക് ഒരു കോസ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ക്ലിയർലി നമുക്ക് ആ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത്തരം കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിന്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റിന്റെ മറ്റൊരു പേരെന്താണ്? പ്രൈം കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിൽ എന്തൊക്കെ വരും? പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും എന്നറിയാമോ? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ടോട്ടലാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റില് ഡയറക്റ്റ് മെറ്റീരിയൽ, ആ പ്രോഡക്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലേബർ. ഒരു മേശയുടെ എക്സാമ്പിൾ തന്നെ നോക്കുക കേട്ടോ. ഒരു മേശയോ കസേരയോ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മളൊരു പ്രോഡക്റ്റ് മനസ്സിൽ കാണുക, അതിന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ, അതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചിലവാക്കിയിട്ടുള്ള ലേബർ, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിനെ പറയുന്ന ടോട്ടൽ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് അല്ലെങ്കിൽ അഗ്രഗേറ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റിന് പറയുന്ന പേരെന്താണ്? പ്രൈം കോസ്റ്റ്. ഇതൊരു പോയിന്റ് അല്ലേ? അഗ്രഗേറ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്? പ്രൈം കോസ്റ്റ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പ്രൈം കോസ്റ്റിൽ ഏതൊക്കെ വരും? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർലി നമുക്ക് ആ മെറ്റീരിയൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വുഡൻ ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ടിമ്പർ തടി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലേ? അതിന്റെ തടി ആഞ്ഞിലിയാണോ തേക്കാണോ എന്താ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ജ്വല്ലറി മേക്കേഴ്സിന്റെ അടുത്ത് നമുക്ക് ആ ഒരു ബിസിനസ് ചെയ്യുന്ന ഗോൾഡ് അല്ലെ, ഗോൾഡ് എന്ന് പറയുന്ന അവിടെ ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു ഷുഗർ പ്രൊഡക്ഷനിൽ ഷുഗർ കെയിൻ ഡയറക്റ്റ് ആയിട്ട് ഷുഗർ കെയിൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഏതൊരാൾക്കും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഷൂ മാനുഫാക്ചറിങ്ങിന്റെ കേസിൽ ലെതർ, അതുപോലെ ബുക്ക് മാനുഫാക്ചറിങ്ങിന്റെ കേസിൽ പേപ്പർ, ഗാർമെന്റ് മാനുഫാക്ചറിങ്ങിന്റെ കേസിൽ ക്ലോത്ത്, ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു അല്ലേ? ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർലി വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്ക്ട്ലി ആൻഡ് ക്ലിയർലി ഐഡന്റിഫൈ ടു എ പ്രോഡക്റ്റ്, ജോബ്, കോസ്റ്റ് സെന്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഈ ലേബർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഏത് കോസ്റ്റിന്റെ ഭാഗമാണ്? ഡയറക്റ്റ് കോസ്റ്റിന്റെ ഭാഗമാണ്. ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അടുത്തത് ഡയറക്റ്റ് ലേബർ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാർപ്പൻറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന വേജ്, അയാൾക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വേജ്, അതിൽ അയാളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒരു ഗോൾഡ് സ്മിത്തിന്റെ കാര്യം പറയുമ്പോൾ ഗോൾഡ് ജ്വല്ലറി ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ അത് ഗോൾഡ് സ്മിത്തിന്റെ ജോബ്, എഫേർട്ട് അതിൽ ഉണ്ട്, ആ ജ്വല്ലറി മേക്കിങ്ങിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു ടെക്സ്റ്റൈലിന്റെ കാര്യം വരുമ്പോൾ റെഡിമെയ്ഡ് ഒരു ചുരിദാറോ ഒരു ഷർട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ഈ ടൈലർ ഉണ്ടെങ്കിലല്ലേ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈലറിന്റെ എഫേർട്ട് എന്ന് പറയുന്നത്, ആ ടൈലറിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലേബർ ചാർജ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ് നമ്മൾ ഇതിൽ പറഞ്ഞത്? ഡയറക്റ്റ് എക്സ്പെൻസസിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ട്രേസബിലിറ്റി അല്ലെങ്കിൽ കോസ്റ്റിന്റെ ഐഡന്റിഫയബിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കിയെടുക്കാൻ, ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ, ഒരു പ്രോസസ്സ് കാണുമ്പോൾ, ഒരു ജോബ് കാണുമ്പോൾ, ഒരു കോസ്റ്റ് സെന്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കോസ്റ്റുകളാണ്, ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റുകൾ. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റിന്റെ മറ്റൊരു പേരെന്താണ്? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൽ ഏതൊക്കെ പെടും?
aggregate of all direct materials, aggregate of all direct cost, that is direct material, direct labor and direct expenses. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ പറഞ്ഞു, ഇപ്പൊ ലേബർ പറഞ്ഞു, നേരെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താ, ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താണ് ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റുകൾ. എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് which can clearly be identified or traced to a job, product or cost center. ഒരു പ്രോഡക്റ്റ് കോസ്റ്റ് സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്നോ ഡയറക്റ്റ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നമ്മൾ പറയാണ് ഇന്ന മോഡലിലുള്ള ഒരു ടേബിൾ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ ടേബിൾ ഒരു പ്രൊഡക്ഷൻ, ഒരു മോഡൽ നമുക്ക് പ്രിപ്പറേഷൻ വരുവാണ്, ഒരു മോഡൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ മോഡൽ, ഒരു സ്പെഷ്യൽ ഡിസൈനിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന റോയൽറ്റി, അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഐറ്റംസ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഫൈനലി ഒരു പ്രൊഡക്ഷന് പോകുന്നതിന് മുമ്പ് ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ട് നമ്മളത് ശരിയാവോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് വരുന്ന എക്സ്പെരിമെൻ്റൽ ചാർജസ്, ഹയർ ചാർജസ്, ഇതെല്ലാം എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസസിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫയബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ആയിട്ട് തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു. പ്രൈം കോസ്റ്റിൽ എന്തൊക്കെ പെടും, ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി സെക്കൻഡ് എന്താ, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഐഡന്റിഫയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും അല്ലേ തിരിക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, എന്താ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓഫ് ജനറൽ നേച്ചർ ആൻഡ് ആർ നെയ്തർ ഐഡന്റിഫയബിൾ നോർ ട്രേസബിൾ ടു എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ്, ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. നമുക്ക് ഡയറക്റ്റ്ലി ഒരു പ്രൊഡക്റ്റിൽ നിന്നോ ഒരു പ്രോസസ്സിൽ നിന്നോ ഒരു ജോബിൽ നിന്നോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഒരു കോസ്റ്റ് സെന്ററിൽ നിന്നോ ഐഡന്റിഫൈ ചെയ്ത് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ ഇവിടെ നോക്കുക, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് കനോട്ട് ബി ഐഡന്റിഫൈഡ് ടു എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഫർണിച്ചറിന്റെ എക്സാമ്പിൾ പറഞ്ഞു, അതിൽ യൂസ് ചെയ്യുന്ന എങ്ങനെ പോളിഷ് ചെയ്യുന്നുണ്ട്, അതിൽ മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ ഫർണിച്ചറിനെ വുഡ് മാത്രം വെച്ചുകൊണ്ട് ഫർണിച്ചറായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അതിനെ സഹായിക്കുന്ന എക്സ്പെൻസുകൾ വരുന്ന പോളിഷ് ചെയ്യാനും വാർണിഷ് ചെയ്യാനും ഒക്കെ വരുന്ന എക്സ്പെൻസ്, അത് നമുക്ക് ഡയറക്റ്റ്ലി ആ ഫർണിച്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അത്തരം മെറ്റീരിയൽസ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് കനോട്ട് ബി ഐഡന്റിഫൈഡ് ടു എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ഇനി ഇൻഡയറക്റ്റ് ലേബർ ഇതുപോലെ തന്നെയാണ്. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ആ ലേബർ നമുക്ക് പെട്ടെന്ന് അത്തരം ലേബർ ചാർജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ ഫർണിച്ചർ മാനുഫാക്ചറിങ് ഒരു ഫാക്ടറിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കാർപ്പൻ്ററിൻ്റെ ജോലിയാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ളവർ എന്താണ്, അവിടെയുള്ള സൂപ്പർവൈസർ ജോലി നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സൂപ്പർവൈസേഴ്സ്, മറ്റ് ഹെൽപ്പേഴ്സ്, അതുപോലെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ, ഇവരും എല്ലാവരും ആ പ്രോസസ്സിനെ സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി ആ പ്രോഡക്റ്റിൽ നിന്ന് നമുക്കത് ഇവരുടെ എല്ലാം ഒരു ജോബ് ലേബർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അത്തരം ഇതാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ ആയോ?
ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻഡയറക്റ്റ് ലേബർ ക്ലിയർ ആയില്ലേ? ഇൻഡയറക്റ്റ് ലേബർ ഈസ് ദാറ്റ് ലേബർ വിച്ച് കനോട്ട് ബി ഐഡന്റിഫൈഡ് ടു എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്താ? നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ ഏതൊക്കെ പെടുന്നു പറഞ്ഞു? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ആണ്. പക്ഷേ ആ പ്രോഡക്റ്റിൽ നിന്ന് നമുക്കത് ഡയറക്റ്റ്ലി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു ഫാക്ടറിയിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കുറെ മെഷീൻസ് വർക്ക് ചെയ്യുന്നു. ആ ഫാക്ടറിക്ക് കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ആ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ആ ഫാക്ടറിയിൽ ഏത് പ്രോഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു മാനുഫാക്ചറിങ് വുഡൻ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 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 ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റിങ്ങോ അവിടെ കൊടുക്കുന്ന റെന്റോ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നമുക്ക് ഡയറക്റ്റ്ലി ആ പ്രോഡക്റ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഐഡന്റിഫയബിലിറ്റി അല്ലെങ്കിൽ ട്രേസബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിനെ രണ്ടായി തിരിക്കുമെന്ന് പറഞ്ഞു, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. എന്തിലാണോ ആ കോസ്റ്റ് ഇൻവോൾവ് ആവുന്നത്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇൻവോൾവ് ആവുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന്, പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഇങ്ങനെ തിരിക്കാം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഒക്കെയാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിസി ഫോർമുലേഷനും കാര്യങ്ങളൊക്കെ വരും. അതുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന ക്യാഷ്, കൊടുക്കേണ്ടി വരുന്ന സാലറി, അതുപോലുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിന് വരുന്ന എക്സ്പെൻസുകളാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ വരുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അവിടെ ബിസിനസ് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മാർക്കറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന എമൗണ്ട് ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് സ്റ്റാഫിൻ്റെ കമ്മീഷൻ, സാലറി, ട്രാവലിംഗ് എക്സ്പെൻസ്, അതുപോലെ തന്നെ സെയിൽസ് ഓഫീസ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ സെയിൽസ് ഓഫീസിലെ എക്സ്പെൻസ്, ബ്രോക്കറേജ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്, മറ്റു കാര്യങ്ങളെല്ലാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരും. അതുപോലെ തന്നെ വരുന്നതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതും ഫംഗ്ഷന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമുക്കറിയാലോ, ഓരോ പ്രൊഡക്റ്റ് നമ്മളൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ആ പ്രൊഡക്റ്റിൽ പല റിസർച്ചുകൾ നടത്തും. ഈ പ്രൊഡക്റ്റിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെയാണ് കുറച്ചുകൂടെ ആളുകളിലേക്ക് റീച്ച് കൂട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് മെത്തേഡ്, ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് മാറ്റി പുതിയ മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷനും, പുതിയ മാനുഫാക്ചറിങ് പ്രോസസ്സ്, പിന്നെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഇതെല്ലാം കൊണ്ടുവരാനുള്ളൊരു റിസർച്ചും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന കോസ്റ്റാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. ക്ലിയർ ആയോ? ഇത് ഇങ്ങനെ ഓടിച്ചിട്ട് പറയാം, എളുപ്പമുള്ളതൊക്കെ നമുക്കിങ്ങനെ ഓടിച്ചിട്ട് പറയാം. ഇനി നെക്സ്റ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യ സാധ്യത കൂടുതലുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി ഓർ നേച്ചർ ഓഫ് ബിഹേവിയർ. ഒരു കോസ്റ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോഴോ കുറയുമ്പോഴോ, യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ആർ സ്റ്റഡീഡ്
and grouped according to their response to increase or decrease in volume of production or level of activity. വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് കോസ്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ രണ്ടായി തിരിക്കാം: ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിമൈൻസ് fixed or constant at any level of activity up to a given range of activity. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് നിൽക്കും. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ലെവൽ വരെയും യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള എന്തും വരുന്നില്ല, മാറ്റവും വരുന്നില്ല. കണ്ടോ? ദോസ് കോസ്റ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് സ്റ്റാറ്റിക് ഓർ റിജിഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റുകളെ മറ്റൊരു പേരെന്താണ്? സ്റ്റാറ്റിക് ഓർ റിജിഡ് കോസ്റ്റ് എന്നും പറയുന്നു. എന്തുകൊണ്ടാണ്? കോസ്റ്റ് ഇൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻസ് എന്താണ്? സെയിം അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ ഏത് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തുടരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുക്കുന്ന ബിസിനസ് പ്രിമിസസിന് കൊടുക്കുന്ന, ഫാക്ടറിക്ക് കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ആ ഫാക്ടറിയിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇൻഷുറൻസ് എന്ന് പറയുന്ന വേറൊരു എക്സാമ്പിൾ ആണ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് എന്താണ് ഈ പറയുന്ന ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സിന് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അത് ഒരു പർട്ടിക്കുലർ ഇയർ വരെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേരിയസ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, വെഹിക്കിൾ ടാക്സ്, ഇതെല്ലാം എന്താണ്? പീരിയോഡിക്കൽ കോസ്റ്റ് ആണ്. പീരിയഡ് ബേസ്ഡ് ആയിട്ടാണ് നമ്മളിതൊക്കെ റെന്റ് മന്ത്ലി കൊടുക്കുന്നു, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു, ഡിപ്രീസിയേഷൻ ഒരു വർഷത്തേക്ക് ചാർജ്, ഇതൊക്കെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള റിലേറ്റിംഗ് ടു ദ പീരിയഡ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പീരിയോഡിക്കൽ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ പീരിയഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്. ഇത് ഒരിക്കലും ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ എന്ത് വരുന്നില്ല? ചേഞ്ചസ് വരുന്നില്ല. അത്തരത്തിൽ നമ്മൾ ചേഞ്ച് വരാത്ത ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചോ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചോ ചേഞ്ചസ് വരാത്ത ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് എന്താണ്? change according to the volume of production or level of activity. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? അപ്പോൾ വേരിയബിലിറ്റി ഓർ നേച്ചർ ഓഫ് ബിഹേവിയറിന്റെ നേച്ചർ അല്ലെങ്കിൽ ബിഹേവിയർ ഏത് രീതിയിലാണ് പ്രൊഡക്ഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, വോളിയം ഓഫ് പ്രൊഡക്ഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോസ്റ്റുകൾ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ തിരിക്കാം. അതിൽ ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്നും പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡു നോട്ട് വേരി വിത്ത് ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അപ് ടു എ ഗിവൺ റേഞ്ച്. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരുപാട് പ്ലാന്റ് കപ്പാസിറ്റി കൂടി അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു കോസ്റ്റിന് ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ എന്താണ്? വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് എന്ത് വരുന്നില്ല? ചേഞ്ചസ് വരാത്ത ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക,
പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് ആസ് ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയുമെന്നാണ് പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഫിക്സഡ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ടോട്ടൽ പെർ യൂണിറ്റ്, ഇത് രണ്ട് വാക്കുകളും വളരെ ശ്രദ്ധിക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്, ബട്ട് എന്താണ്, cost per unit, fixed cost per unit will change with the volume of when the volume of production change. Per unit decrease as the production increases and fixed cost per unit increase as the production decreases. Volume of production കൂടുമ്പോൾ, കൂടുതൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന ഫിക്സഡ് കോസ്റ്റ് കുറയുകയും വോളിയം ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഒരു യൂണിറ്റിന് വേണ്ടി വരുന്ന ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഫിക്സഡ് കോസ്റ്റ് കൂടുതലും ആയിരിക്കും. അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0, 1, 10, 100, 1000. 0 യൂണിറ്റ് പ്രൊഡ്യൂസ്, 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ, യൂണിറ്റ് പ്രൊഡ്യൂസ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ്, ഇപ്പോൾ യൂണിറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും അവിടെ ഫിക്സഡ് കോസ്റ്റ് വരും. നമ്മളൊരു ഫാക്ടറി ഒക്കെ സെറ്റപ്പ് ഒക്കെ നടത്തി, നമ്മൾ അവിടെ മെഷീൻസും എല്ലാം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു, പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ലെങ്കിൽ മാസം മാസം നമ്മൾ എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ യൂണിറ്റ് 0 ആയിരിക്കുമ്പോഴും ഫിക്സഡ് കോസ്റ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ആണെങ്കിലും 10 യൂണിറ്റ് ആണെങ്കിലും 100 യൂണിറ്റ് ആണെങ്കിലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒരു യൂണിറ്റിന് എങ്ങനെ വരും? 1000 ഡിവൈഡഡ് ബൈ 0. 1000 ഡിവൈഡഡ് ബൈ 1000 ഡിവൈഡഡ് ബൈ 10. ഒരു യൂണിറ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 1000. 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് എത്രയാ? 100. ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 1000, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ 10ന്റെ സ്ഥാനത്ത് 100 ആയപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എന്തായിട്ട്? 100ൽ നിന്ന് 10 ആയിട്ട് കുറഞ്ഞു. ഇനി 1000 ആണ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ 100 യൂണിറ്റിന്റെ സ്ഥാനത്ത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴോ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് 1 രൂപയെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? കുറയും. ഈ ഒരു റിലേഷൻ മനസ്സിലായോ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഗ്രാഫിക്കൽ ഒരു റെപ്രസെന്റേഷൻ ഒന്ന് നോക്കിയാലോ? നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷകൾക്കൊക്കെ ഗ്രാഫൊക്കെ നിങ്ങൾ കാണാറുള്ളതല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ ദേ ഇവിടെ കോസ്റ്റ് y ആക്സിസിലും യൂണിറ്റ് x ആക്സിസിലും. അപ്പൊ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങനെ കൂട്ടി യൂണിറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ്ഡ് ഇങ്ങനെ കൂടുതൽ, എവിടെ 5, 10, 15 ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ 50, 100, 150 ഇങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റിന് വല്ല മാറ്റം ഉണ്ടോ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. പക്ഷെ അതേ സമയം കോസ്റ്റ് പെർ യൂണിറ്റിന് എന്ത് വരും? മാറ്റമുണ്ട്. നമ്മൾ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവിടെയായിരുന്നു, 15 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവിടെയാ, 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവിടെ. അതായത് 10ന് ഇവിടെ, 100ന് ഇവിടെ, 1000ന് ഇവിടെ, 10000ന് ഇവിടെ, അങ്ങനെ 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 എന്ത് ചെയ്യും? പെർ യൂണിറ്റ് കോസ്റ്റ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ, വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുമ്പോൾ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ഇത് കുറഞ്ഞല്ലേ വരുന്നത്? കുറയും. ഇതാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്.
ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് ഞാൻ ഫിക്സഡ് കോസ്റ്റിന്റെ പറയുന്നുള്ളൂ. ഇതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റിന്റെയും സെമി വേരിയബിൾ കോസ്റ്റിന്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഫുൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിന് ഒരു എഫേർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ക്ലാസ്സുകൾ ഫുൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട്, ഞാൻ നിർബന്ധം പറയുന്നത് ഞാൻ വളരെ സിൻസിയറായിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിർബന്ധമായും നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ക്ലിയർ ആയി എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഇനി മുതൽ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ക്ലാസ് എടുക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്കറിയാലോ, ഇപ്പം നമുക്ക് അടുത്ത കുറേ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. PSC, ഞാൻ ജനറൽ PSC മറ്റ് PSC എക്സാംസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികൾ എന്നോട് പറഞ്ഞു എൻ്റെ ക്ലാസ് നോക്കിയിട്ടാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് നമ്മളൊരു 30 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ ക്ലാസ് എടുത്തിട്ട് പിന്നെ അത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ അത്രയും സമയം സ്പെൻഡ് ആവുന്നുണ്ട്. നമ്മൾ പഠിച്ചു പോകുന്ന ഒരു രീതിക്ക് നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല, വീഡിയോ എടുക്കാനും പറ്റില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും കുറച്ചു പേർക്കെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ ആ പറഞ്ഞ കുട്ടികൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞവർ റെഗുലറായിട്ട് തന്നെ ഈ ഒരു ഹാബിറ്റായിട്ട് തന്നെ അത് കൊണ്ടുപോവുക. കാരണം വീഡിയോസ് ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്ലിയർ ആയി എന്ന് കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. ഇത് നിർബന്ധമായിട്ട് ഞാനിപ്പോൾ പറയുകയാണ്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നത് കാണുന്നില്ല, നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, നിങ്ങൾ ഫുൾ കാണുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഞാൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ അങ്ങോട്ട് ഫുൾ എല്ലാ സബ്ജക്ട്സും നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റും സെമി വേരിയബിൾ കോസ്റ്റും പഠിക്കാം. ഓക്കെ, താങ്ക് യു.